എല്ലാവർക്കും എൻ്റെ ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ കാറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ടറി തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഹോണ്ട സിറ്റി അത് ഇന്നലെ തന്നെ ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു CR-V ഉണ്ട്, അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ക്രിസ്റ്റ ഡെലിവറി ആവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. ഞാനൊരു വിർച്വൽ ഷോപ്പ് തുടങ്ങുന്നതിന് തുല്യമായിട്ടുള്ള രീതിക്കാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഷോപ്പിലെ വീഡിയോ ജസ്റ്റ് എല്ലാ വണ്ടികളെയും കാണിച്ചിട്ട് ഓരോ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സമയം ചിലവഴിക്കാതെ, അല്ലെങ്കിൽ അത് സമയം എന്താ പറയുക നീട്ടി വലിച്ച് കാര്യങ്ങൾ പറയാതെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടികൾ വേണ്ടവർ, അതേപോലെ വണ്ടികൾ പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും താല്പര്യമുള്ളവർ നമ്മളെ സമീപിക്കുക. നമ്മുടെ സ്ഥലം വരുന്നത് ആലുവ പറവൂർക്കാവിലൊക്കെയാണ്. ഓസ്കാർ യൂസ്ഡ് കാർസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കാര്യങ്ങൾ കൊടുത്തേക്കാം. ഇനി നേരെ സമയം കളയാതെ നേരെ വണ്ടികളിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഫോർച്യൂണർ 2012 മോഡൽ, അതിൻ്റെ 13.5 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം 2020 മോഡൽ, അത് വരുന്ന 63,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അതിൻ്റെ പ്രൈസിങ് വന്നത് 7.25. പിന്നെ ഈ ക്രിസ്റ്റ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലോട്ട് ഞാൻ പോകുന്നില്ല. ഇന്നലെ നൈറ്റ് അതിൻ്റെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിട്ടാണ് ഉള്ളത്. പിന്നെ ഉള്ളത് വാഗണറാണ്. വാഗണർ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 2024 രജിസ്ട്രേഷൻ. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത്ര സെക്കൻഡ്സിൽ നോക്കുന്ന, ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാൾ കുറച്ച് ലാഭത്തിന് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നോക്കാം. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞാൽ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ ഡീസൽ വണ്ടിയാണ്. 17-18 ആവറേജ് മൈലേജ് ഉണ്ട്. 71,000 കിലോമീറ്റർ ഓടിയേക്കണ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. IDV 597 ഉണ്ട്. വണ്ടി നല്ല പ്രീമിയം ക്ലാസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു ഫോൾട്ട് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ DRL വരുന്നത് ഇവിടെ താഴെയാണ്. അപ്പോൾ എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും തട്ടുമ്പോൾ DRL പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇത്തിരി കോസ്റ്റ്ലി എക്സ്പെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി എന്തുകൊണ്ടും വണ്ടി നല്ല പക്കയാണ്. എല്ലാ കാര്യങ്ങളും ഉഷാറാണ്. വണ്ടീനെ സംബന്ധിച്ചിടത്തോളം ലക്ഷറിയസ് ആയിട്ടുള്ള ഇന്നേഴ്സും അതേപോലെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഹോണ്ട അമേസ് ആണ്. അതിന് അത്യാവശ്യം എന്താ പറയുക 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. പ്രൈസിങ് പറഞ്ഞത് 8,000 നമുക്ക് പ്രൈസിങ് വന്നത്. പിന്നെ ഗ്ലാൻസ 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലാൻസ 23,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 2023 വണ്ടി. പിന്നെ ഈ വണ്ടി ഇത് സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ CNG ആണ്. CNG കയറ്റിയേക്കുന്ന വണ്ടിയാണ്. ഇത് ഓൾറെഡി 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടാക്സി ഓടിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ഇത് കൂടാതെ ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ശ്രീരാം പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് കാർ ടാക്സി ആക്കുന്നതിന് അവർ ഫൈനാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ഓടാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ല ഫുൾ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. അപ്പോൾ ആ വണ്ടി ഡിസയർ നോക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് വരുന്നത് 2016 മോഡൽ ഇന്നോവ 1,70,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 15 അപ്പോൾ ഇന്നോവ ക്രിസ്റ്റൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വരിക, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ എന്താ പറയുക എല്ലാ ദിവസത്തെയും പോലെ കാണിച്ചു പോകുന്നു എങ്ങനെയാണെന്നുള്ളത്. സ്കോഡ ഉണ്ട്. സ്കോഡയുടെ റാപ്പിഡാണ് വരുന്നത്. 2.15 അതിന് പ്രൈസിങ് വന്നേക്കുന്നത്. അതേപോലെ സ്വിഫ്റ്റ്, ആൾട്ടോ ഈ മോഡലുകളൊക്കെ ഉണ്ട്. ആൾട്ടോ വരുന്നത് 1.70 അതേപോലെ സ്വിഫ്റ്റ് വരുന്നത് 4.85 പറഞ്ഞേക്കുന്നത് ആസ്കിംഗ് പ്രൈസ്. ആൾട്ടോ വരുന്നത് 2012 മോഡലാണ്. 62,000 കിലോമീറ്റർ ഓടിയേക്കണം. സെക്കൻഡ് ഓണർ വണ്ടി. ഫൈനൽ പ്രൈസിങ് വരുന്നത് 1.70. അതേപോലെ സ്വിഫ്റ്റ് വരുന്നത് എന്താ പറയുക 2018 ആ ഒരു റേഞ്ച് മോഡൽ തന്നെയാണത്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 4.85. നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊന്ന് ഓടിച്ചപ്പോഴും അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇന്നോവ റീവണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 12.90. പിന്നെ ഈ ഇന്നോവ ഇത് 2013 സിംഗിൾ ഓണറാണ്. അത് 1,24,000 കിലോമീറ്റർ ഓടിയേക്കണം. ഈ വണ്ടി അത്യാവശ്യം എന്താ പറയുക നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. വന്ന് കാണുന്നവരൊന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നോവയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വരിക. 10 പ്രൈസിങ് വന്നേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. പിന്നെ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക്, അത് 3rd ഓണർഷിപ്പാണ്. അതേപോലെ തന്നെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വരുന്നത്
ഈ ക്രെറ്റയുടെ കേസിലും കാര്യങ്ങൾ എന്നാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിനാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അതേപോലെ ഈ വണ്ടി ഫോർച്യൂണർ, ഇന്നോവ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മോസ്റ്റ് കംഫർട്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ക്രെറ്റ ഓടിക്കാനാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്രെറ്റ ലവേഴ്സ് ഉണ്ട് ഒരുപാട് പേര്, അപ്പോൾ അവർക്കിത് ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. 10.5 പ്രൈസ് വരുന്നത്. പിന്നെ ഇയോണിറ, ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 2.35 ആ ഒരു പ്രൈസിങ്ങിലാണ് വരുന്നത്. 53,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി, 2016 മോഡൽ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഞാൻ വീഡിയോസിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്രൈറ്റീരിയയിലുള്ളതാണ്. പിന്നെ W8 മഹീന്ദ്രയുടെ XUV 500. അപ്പോൾ ഇത് ലൈക്ക് 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 66,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, വെൽ കണ്ടീഷൻഡാണ്. കസ്റ്റമർ വന്ന് കണ്ടു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളെല്ലാം. ഓക്കെ, പിന്നെ വരുന്നതാണ് നിസാൻ്റെ സണ്ണി ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കാണ്, പെട്രോള്. സംഭവം 5 രൂപ റേഞ്ചാണ് പറയുന്നത്. പിന്നെ സെലേറിയോ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, 4.85 പ്രൈസ് പറയുന്നത്. 2018 മോഡല്, 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്, കംഫർട്ടബിൾ ആണ്. നോ മേജർ ക്ലെയിംസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ. പിന്നെ അടുത്തത് വരുന്നത് i20 ലിയോൻ്റെ ഇറ പ്ലസ്. അപ്പോൾ ഇതും അത്യാവശ്യം എന്താ പറയുക 2.50 ആ കാറ്റഗറിയിൽ പ്രൈസിങ് വരുന്നതാണ്. അപ്പോൾ എല്ലാം നോക്കുക. വണ്ടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെൻഡോ, ഫോക്സ് വാഗൻ്റെ വെൻഡോയാണ്, 7.45 പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.